റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സ്വകാര്യ കമ്പനിയുടെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് സ്വീകരിക്കാനായി മേയർ ആര്യ രാജേന്ദ്രൻ യുകെയിലേക്ക് നടത്തിയ യാത്രയുടെ ചിലവ് സർക്കാർ വഹിക്കും. വിമാന ടിക്കറ്റും താമസവും അടക്കമുള്ള എല്ലാ ചിലവുകളും കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് നൽകും. അവാർഡ് ഔദ്യോഗികമാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ മേയർ ഇതുവരെ ബിൽ സമർപ്പിച്ചിട്ടില്ല. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ഈ അവാർഡ് ഔദ്യോഗികമാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ട് നടക്കുകയാണ്. എന്തായാലും ഈ ഒരു യാത്രയുടെ ചിലവ് സർക്കാർ ഏറ്റെടുക്കാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? ശ്രുതി, തിരുവനന്തപുരം മേയർ UK ഗവൺമെന്റിന്റെ പാർലമെന്റിൽ വെച്ച് ലോക വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അവാർഡ് വാങ്ങാൻ കഴിഞ്ഞ ദിവസം പോയതും അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ പരിപാടി ഔദ്യോഗികമാണെന്ന് നഗരസഭ വാദിക്കുമ്പോൾ അല്ല എന്ന് പ്രതിപക്ഷമൊക്കെ നിലപാടെടുത്തിരുന്നു. ഇതിനിടെയാണ് ഗവർണർ നടത്തിയ ചിലവ് പൂർണ്ണമായും വഹിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് വിമാന ടിക്കറ്റ്, യാത്ര, താമസിച്ച സ്ഥലം, ഭക്ഷണം അടക്കമുള്ള മുഴുവൻ തുകയും നൽകാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തത്. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കി. ആ ഉത്തരവിൽ പറയുന്നത് ഇത് ഔദ്യോഗികമായി കിട്ടുന്ന അവാർഡാണ് എന്നതാണ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. മറ്റൊന്ന്, എന്തിനാണ് അവാർഡ് കിട്ടിയതെന്നും ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. ഓഗസ്റ്റ് മാസം 8-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്തിയ 6000 പേർ പങ്കെടുത്ത സീഡ് ബോൾ ക്യാമ്പയിനാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ലഭിച്ചത് എന്നതാണ് വിശദീകരണം. ഇതുവരെ മേയറും മറ്റും പറഞ്ഞിരുന്നത് സുസ്ഥിര വികസനം, അതായത് ഈ പ്രോജക്റ്റിനാണ് എന്ന് പറയാതെ മേയറുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ സുസ്ഥിര വികസന പദ്ധതിക്കായിരുന്നു അവാർഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുമ്പോൾ ഇത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒപ്പം UK പാർലമെന്റിൽ വെച്ച് ഈ പരിപാടി നടന്നു എന്ന് പറയുന്നതിനെ പ്രതിപക്ഷം പൂർണ്ണമായും എതിർക്കുന്നുണ്ട്. അത് UK പാർലമെന്റിൽ വെച്ച് നടന്ന പരിപാടി അല്ല എന്നതാണ് അവർ പറയുന്നത്. പകരം ഹൗസ് ഓഫ് കോമൺസ് വെന്യൂവിൽ വെച്ചാണ് നടന്നത്. അത് ആർക്കും, നമ്മുടെ ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയം പോലെ ഹാൾ പോലത്തെ ഒരു സ്ഥലമാണ്, ആർക്കും പണമടച്ച് അവിടെ ബുക്ക് ചെയ്യാം എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണത്തിനിടെയാണ് അല്ലെങ്കിൽ വിവാദത്തിനിടെയാണ് മേയറുടെ മുഴുവൻ ചെലവും വഹിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് അത് നൽകും. നമ്മൾ കോർപ്പറേഷനിൽ അന്വേഷിച്ചപ്പോൾ എത്ര രൂപയാണ് എന്നത് ഇതുവരെ മേയർ ബില്ല് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വ്യക്തമാണ്. എന്തായാലും അവാർഡിനെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അവാർഡ് സ്വീകരിക്കാനായി മേയർ UK നടത്തിയ യാത്രയുടെ ചിലവ് സർക്കാർ വഹിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.